ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മുടെ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ബൈനറി നമ്പർ വരുന്നത്, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, അതുപോലെ ഒക്ടൽ നമ്പർ സിസ്റ്റം, ദെൻ ഇവരുടെ പരസ്പര കൺവേർഷൻസ്. ഓക്കെ, നമുക്ക് എങ്ങനെ ഒരു ബൈനറി ഒക്ടലാക്കാൻ പറ്റും, ഒക്ടലിനെ ബൈനറി ആക്കാൻ പറ്റും, ഹെക്സായ ബൈനറി ആക്കാൻ പറ്റും, ഡെസിമൽ ആക്കാൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു, അവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, കൺവേർഷൻസിലോ സ്റ്റെപ്സിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കറക്റ്റ് ആയിട്ട് ആ ഡൗട്ടുകൾ അവിടെ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന് നോക്കാൻ ടോപ്പിക് എന്ന് പറയുന്നത് അബൌട്ട് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. ഓക്കെ, അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു ബൈനറി അഡീഷൻസ് ഒക്കെ നമ്മളോട് ചെയ്യുന്നത്. ഓക്കെ, ബൈനറി അരിത്തമെറ്റിക്. നമുക്കിപ്പോൾ സാധാരണ ഒരു നമ്പറിനെ ആഡ് ചെയ്യണമെങ്കിലോ സബ്ട്രാക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ 5ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 കുറയ്ക്കുന്നു, ആൻസർ നമുക്കിവിടെ 1 കിട്ടും. 4ന്റെ കൂടെ ഞാൻ 5 കൂട്ടിയാൽ എനിക്കിവിടെ 9 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സാധാരണ നമ്മൾ നോർമൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിവിടെ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബൈനറി നമ്പേഴ്സ് ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ശ്രദ്ധിക്കുന്നതിനായിട്ട് വരും. ഓക്കെ, കാരണം ബൈനറിയിൽ ആകെ 2 നമ്പേഴ്സേ ഉള്ളൂ. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്തും സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ എന്ത് ചെയ്യണം, അവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്കവിടെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ബൈനറി അരിത്തമെറ്റിക്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബൈനറി അരിത്തമെറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ദ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ദാറ്റ് ഇസ് പെർഫോംഡ് ബൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇറ്റ് ബൈനറി നമ്പേഴ്സ്. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ബൈനറി നമ്പേഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ്. അഡിഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും അത് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി അരിത്തമെറ്റിക്സ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആണ്, ബട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഒന്ന് എന്ത് ചെയ്താൽ മതി, കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് തന്നെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ അഡിഷൻ സബ്ട്രാക്ഷൻ നമ്മളവിടെ ചെയ്യുന്നത്. സിലബസിൽ പ്രത്യേകിച്ച് നമുക്ക് അവിടെ ബൈനറി നമ്പർ സിസ്റ്റങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ല എടുത്ത് പറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ച്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇത് പഠിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ പഠിക്കേണ്ടതാണ്. ക്വസ്റ്റ്യൻസ് പേപ്പറിൽ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ അവിടെ വരും. ഓക്കെ, സിലബസിൽ അനലോഗ് ഡിജിറ്റൽ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ ടു ബൈനറി, ഹെക്സാറ്റ് നമ്പർ സിസ്റ്റം, ബൈനറി കൗണ്ട് ഡെസിമൽ, ഇത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്തു, നമ്മൾ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പഠിക്കാനായിട്ട് പോകുന്നു ബൈനറി അരിത്തമെറ്റിക്. ആ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് ശരിക്കും ഇൻക്ലൂഡ് ചെയ്ത ടോപ്പിക്കാണ് ഈ ഒരു ബൈനറി അരിത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ബേസിസ് നമുക്ക് എന്താ അവിടെ ഡിസ്കസ് ചെയ്യാം. സോ ഇവിടെ നമുക്കിപ്പോൾ 2 നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 നമ്പേഴ്സ് നമ്മൾ സം ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് റൂൾസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സമ്മ് ഇവിടെ നമുക്ക് ക്യാരി കൂടി വരാറുണ്ട്. ഓക്കെ, ക്യാരി വരുന്നത് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു 54 പ്ലസ് 75 ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ പോട്ടെ, ഇവിടെ 56 പ്ലസ് 75. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്കിവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 6ഉം 5ഉം കൂടി കൂട്ടുമ്പോൾ എനിക്ക് അവിടെ 11 വരും. ഓക്കെ, 6ഉം 5ഉം കൂടി 11 വരും. അപ്പോൾ ഒന്ന് അവിടുത്തെ ക്യാരിയാണ്. അപ്പോൾ അഡിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ക്യാരി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ ക്യാരി വരാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് അഡിഷൻ നമ്മളവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പൊസിഷൻ എന്ത് ചെയ്യും, അവിടെ വരും. അപ്പോൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ 0 പ്ലസ് 0, ഓക്കെ, എന്തിനെ കിട്ടും, 0 തന്നെ കിട്ടും. ഓക്കെ, 0യുടെ കൂടെ 0 കൂട്ടിയാൽ എന്തിനെ കിട്ടും, 0 തന്നെ കിട്ടും. സോ ക്യാരി എന്താണ്, ക്യാരി അവിടെ 0 ആണ്. ഓക്കെ, ഇനി അതേപോലെ 0 പ്ലസ് 1, ഓക്കെ, 0യുടെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുന്നു. സോ എനിക്ക് എന്തിനെ കിട്ടും, അവിടെ 0യുടെ 1 ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്, 1 അല്ലേ കിട്ടത്തുള്ളൂ. ആൻസർ തന്നെയാണ്, നോർമൽ അഡിഷൻ പോലെ 1 തന്നെയാണ്, ക്യാരി ഇല്ല അവിടെ. ഓക്കെ, ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ 4 പ്ലസ് 5 9, അവിടെ ക്യാരി ഇല്ല. അപ്പോൾ അത് പറയും പോലെ ഇവിടെ എന്തില്ല, ക്യാരി ഇല്ല. ഓക്കെ, നോ ക്യാരി. അടുത്ത് 1 പ്ലസ് 0, ഓക്കെ, 1 പ്ലസ് 0, അവിടെ എന്തിനെ കിട്ടും, 1 തന്നെ കിട്ടും. ഓക്കെ, 1 തന്നെ എന്തുണ്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഇനി അടുത്ത് 1 പ്ലസ് 1 ചെയ്യുവാണ്. ഓക്കെ, അതായത് 1 പ്ലസ് 1 ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കിട്ടുന്നത് 0 1 എന്നാണ്. ഓക്കെ, 1 പ്ലസ് 1 എന്ന് വെച്ചാൽ എന്താണ്, 0 1 ആണ്. സോ 0 നമ്മൾ ഇവിടെ എഴുതും. അടുത്ത് ക്യാരി നമ്മൾ ഇവിടെ കൊടുക്കും. ഓക്കെ, ഇവിടെ ക്യാരി ഇല്ല, ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ക്യാരി നമുക്ക് അവിടെ വരുന്നത്. മനസ്സിലായോ 1 പ്ലസ് 1 എങ്ങനെ വരുമെന്ന്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നമ്പറിൽ ഇപ്പോൾ 1 0 1 1 എഴുതുന്നു. ഓക്കെ, പ്ലസ് 1 0 0 1, ഓക്കെ എഴുതുന്നു. അപ്പോൾ അവിടെ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 0 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 0 ആദ്യം ഇവിടെ എഴുതും, അടുത്ത് എന്ത് ചെയ്യും, 1 അവിടുത്തെ ക്യാരി ആണ്. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് അഡിഷൻ അവിടെ പെർഫോം ചെയ്യുന്നത്. 1 എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ഇതിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അഡിഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അഡിഷൻ ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, that is write the binary number to add it one below the
അതർ. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത നമ്പറിനോട് ആഡ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു അഡിഷൻ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും കേട്ടോ, എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാവും. അഡിഷൻ നോർമലി സിമ്പിൾ ആണ്, ഈസി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സബ്ട്രാക്ഷൻ മാത്രമേ കുറച്ച് അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് സബ്ട്രാക്ഷൻ ശ്രദ്ധിക്കാൻ എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒന്ന് അഡിഷൻ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് ഇവാലുവേറ്റ് 10110 to the base 2 plus 10111 to the base 2. ഓക്കെ. നിങ്ങളവിടെ ബേസ് ശ്രദ്ധിച്ചോളണം, ബൈനറി നമ്പർ ആണെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ മിസ്റ്റേക്ക് വരുത്താറില്ല അവർ. എന്നാൽ ഇനി അവർ ബേസ് ഇടാൻ മറന്നുപോയാൽ അത് നോർമൽ ഡെസിമൽ നമ്പർ ആയിട്ട് എടുക്കേണ്ടി വരും. ഓക്കെ. നമ്മൾ അഡിഷൻ ഈ രീതിയല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞത് ബേസ് എന്ത് ചെയ്യുക, ബേസ് കൊടുത്തേക്കും കേട്ടോ, ബേസ് കൊടുത്തേക്കും, ഇല്ലാതെ ഇരിക്കത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ഇതൊക്കെ എഴുതുമ്പോൾ ബൈനറി നമ്പേഴ്സ് നമ്മൾ സാധാരണ ഇപ്പോൾ 5268 ഇങ്ങനെയൊക്കെ എഴുതി വെക്കുമ്പോൾ അടുപ്പിച്ച് എഴുതല്ല, കാരണം നമുക്കത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയി പോകും. അപ്പോൾ ബൈനറി നമ്പർ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സ്പേസ് ഇട്ട് എഴുതുക. 10110. ഓക്കെ. അങ്ങനെ എഴുതുന്നത് കുറച്ചുകൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പം, കാരണം 1ഉം 0ഉം മാത്രം ആയതുകൊണ്ട് എവിടെ 0 എവിടെ 1 എന്നൊക്കെ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഒക്കെ ആയിട്ട് തോന്നാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തൊന്ന് എഴുതുക. സോ അടുത്തത് നമുക്ക് ആഡ് ചെയ്യണം 10111. ഓക്കെ. അഡിഷൻ പെർഫോം ചെയ്യാലോ. ആദ്യം നമ്മുടെ റൂൾ അനുസരിച്ച് എന്താണ്, ഇതാണ് നമ്മുടെ റൂള്. അപ്പോൾ റൂൾ അനുസരിച്ചാണെങ്കിൽ 0 + 1, 0 + 1 എന്ത് തന്നെയാണ്, 0 + 1 നമുക്ക് അവിടെ 1 തന്നെ കിട്ടും. സോ ഞാൻ അതുപോലെ അവിടെ 1 എഴുതി. അടുത്ത് 1 + 1, 1 + 1 വന്നു കഴിഞ്ഞാൽ 0 എവിടെ എഴുതണം, 0 ഇവിടെ പ്ലേസിൽ തന്നെ കറക്റ്റ് പ്ലേസിൽ എഴുതുക. അതിനുശേഷം 1 എവിടെ കൊടുക്കും, ക്യാരി ആയിട്ട് കൊടുക്കും. ഓക്കെ. മനസ്സിലായോ, ക്യാരി ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്കൊരു സിറ്റുവേഷൻ വന്നു, 3 1 വന്നു. കണ്ടോ, 3 1 വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ അറിയാവോ, 1 + 1 നമുക്ക് അവിടെ എന്ത് വരും നോക്കിക്കേ. അപ്പോൾ 3 1 + 1 നമുക്കൊരു 1 വരും. ഓക്കെ. ഇവിടെ വീണ്ടും ഒരു +1 കൂടി ഞാൻ ചെയ്തു. അപ്പോൾ അവിടെ കിട്ടുന്നത് 1 ഒരു ക്യാരിഡ് വരും. എങ്ങനെയാണ്, അതായത് 1 + 1 ചെയ്യുമ്പോൾ നമുക്കവിടെ 0യും ഒരു 1ഉം വരുന്നു. ഓക്കെ. 0യും ഒരു 1ഉം വരുന്നു. അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യാണ്, അത് വീണ്ടും ഇവിടെ പ്ലസ് ചെയ്യാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, അവിടെ ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 0 1 വരും. അപ്പോൾ അവിടെ 0 1 കൂടെ വീണ്ടും ഒരു 1 നമ്മൾ ആഡ് ചെയ്യുന്നില്ലേ. ഓക്കെ. അപ്പോൾ 0 1 ഇനി നമുക്ക് വരുന്നത് ഈ രീതിയിൽ. ഓക്കെ. വീണ്ടും ഒരു 1 നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, അവിടെ നമുക്ക് 1 1 വരും. അപ്പോൾ 3 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, വീണ്ടും 2 1 നമുക്ക് അവിടെ വരും. അപ്പോൾ അവിടെ 0 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 1 ഇവിടെ വരുന്നു, ഒരു 1 വീണ്ടും അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാരി ആയിട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ക്യാരി ആയിട്ട് അവിടെ നമ്പർ ഒബ്റ്റെയിൻ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ക്യാരി ആയിട്ട് എന്ത് ചെയ്തു, അവിടെ നമ്പർ കൊടുത്തു. സോ ആ ക്യാരി എന്ത് ചെയ്യും, ഇവിടെ 0 ആണ്. അപ്പോൾ 0 + 0 0, 0 + 1 1 വരും. ഓക്കെ. 1 അവിടെ നമ്മൾ കൊടുത്തു. അടുത്ത് വീണ്ടും ഒരു 1 1 വന്നു. ഓക്കെ. വീണ്ടും ഒരു 1 1 വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് 0 നമ്മൾ ഇവിടെ എഴുതുക. അടുത്ത 1 എവിടെ കൊടുക്കണം, 1 ഇതിന്റെ ഫ്രണ്ടിൽ കൊടുക്കണം. ഓക്കെ. സാധാരണ ബോറോ ആയിട്ട് ക്യാരി ആയിട്ട് വരും, നമ്മൾ എന്ത് ചെയ്യും, ഇതിപ്പോൾ ഫ്രണ്ടിൽ കൊടുത്താൽ മതിയല്ലോ. ഓക്കെ. വേറെ നമ്പർ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാം, ഫ്രണ്ടിൽ അവിടെ കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താണ്, ഈ നമ്പറിന്റെ ദാറ്റ് ഈസ് ഈക്വൽ ടു 10101 ടു ദ ബേസ് 2. ഓക്കെ. എന്താണ്, പോയിന്റ് ഇല്ല കേട്ടോ, പോയിന്റ് കൈതട്ടി വന്നതാ. ദാറ്റ് ഈസ് ആൻസർ എന്താണ്, 10101 ടു ദ ബേസ് 2. ഓക്കെ. അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്, ബൈനറി അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. സിമ്പിൾ ആണ് ബൈനറി അഡിഷൻ ചെയ്യാനായിട്ട്. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് that is 10111 to the base 2 plus നമ്മൾ ആഡ് ചെയ്ത നമ്പർ that is 10010 to the base 2. ഓക്കെ. ഇതാണ് നമ്മൾ അഡിഷൻ ചെയ്യുന്നത്. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, that is 10111 10010. ഓക്കെ. ഒന്ന് ചെയ്ത് നോക്കി, 1 തന്നെ വരും. ഇവിടെ 1ഉം 1ഉം. ഓക്കെ. 1ഉം 1ഉം 0 ഇവിടെ. അടുത്തെന്താ, ഒരു 1 ഇവിടെ വരും. അപ്പോൾ വീണ്ടും 1ഉം 1ഉം കേട്ടോ, വീണ്ടും 1 1. അപ്പോൾ 0 നമ്മൾ നോക്കുന്നുണ്ട്, 0 ചെയ്താൽ ആ നമ്പർ തന്നെ കിട്ടും. സോ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് 0 വരും, അഡീഷണൽ ഒരു 1 വരുന്നു. അപ്പോൾ അവിടെ എന്ത് വരും, അതവിടെ 1 ആയിട്ട് മാറും. ഇതെന്താണ്, 0 1. അപ്പോൾ ഇതാണ് എന്താ അവിടുത്തെ റിസൾട്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഇടുന്നുണ്ട്, സം എന്ന് പറയുന്നത് 101,001. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കിട്ടിയ ആൻസർ ഒക്കെ ശരിയാണോ എന്നൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഫോർ എക്സാമ്പിൾ
കാരണം നമുക്കിപ്പോൾ ആൻസർ നമ്മൾ ചെയ്തു, എക്സാം എഴുതിയതിനു ശേഷം നമുക്ക് ടൈം ഉണ്ട്, അപ്പോൾ കിട്ടിയ ആൻസർ ശരി തന്നെയോ, ഇപ്പോൾ ചിലപ്പോൾ ഒരു 1 ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാൽ മാറിയല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, വേണമെങ്കിൽ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്താൽ മതി, ഇതിന് ഡെസിമലിലോട്ട് മാറ്റിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. റൈറ്റ് ദ ബൈനറി അഡിഷൻ ആൻഡ് ഓൾസോ ചെക്ക് യുവർ ആൻസർ ബൈ കൺവേർട്ടിംഗ് ഇറ്റ് ഇൻടു ഡെസിമൽ ഫോം. ഓക്കെ, നമുക്ക് ഇത് ഡെസിമലിലോട്ട് മാറ്റിയാലോ, നമുക്ക് ഈ നമ്പർ ഒന്ന് മാറ്റി നോക്കിക്കൂടെ. ഓക്കെ, എന്ത് കിട്ടും, 1 0 1 1 1. ഓക്കെ, ഡെസിമലോട് മാറ്റുമ്പോൾ ഇത് 2 raised to 0, 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. ഓക്കെ, അപ്പോൾ ഇത് വരുന്ന സമയത്ത് 16 പ്ലസ് ഇത് 0 വരും, പ്ലസ് 4 ഇത് 2 പ്ലസ് 1. ഓക്കെ, 20 22 23. ഓക്കെ, 23. ഇതെന്ന് വെച്ചാൽ എന്താണ്, 23 ആണ്. ഓക്കെ, ഈ നമ്പർ ഇവിടെ ഇക്വലന്റ് 23 ആണ്. ഇനി അടുത്ത നമ്പറോ 1 0 0 1 0. അതെന്ത് കിട്ടും, നമുക്ക് നോക്കാം. ദാറ്റ് ഇസ് 1 0 0 1 0. ഓക്കെ, 1 0 0 1 0. അപ്പോൾ ചെയ്യുന്ന സമയത്ത് 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 16 0 0 എത്രയാണ്, 2 raised to 1 അല്ലേ. 2 raised to 1 സമയത്ത് 2 വരും, പ്ലസ് 1 0. ഓക്കെ, പ്ലസ് 0. അപ്പോൾ 6 2 18. ഓക്കെ, ടോട്ടലി 18 വരുന്നുണ്ട്. ഓക്കെ, വരുന്ന 18. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്തു, ഇതുപോലെ കൺവേർട്ട് ചെയ്തൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് എന്താണ്, ദാറ്റ് ഈസ് കിട്ടിയ ആൻസർ 1 0 1 0 0 1 ടു ദ ബേസ് 2. ഓക്കെ, നമുക്കൊന്ന് എഴുതി നോക്കാം. 1 0 1 0 0 1, 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5. ഓക്കെ, 2 raised to 5 കിട്ടുന്നു. അപ്പോൾ അഡിഷൻ പെർഫോം ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കി. 2 raised to 5 എത്രയാണ്, 32. ഓക്കെ, 32 പ്ലസ് 2 raised to 4 ഇല്ല, 2 raised to 3 ഉണ്ട്, എത്രയാണ് 8 വരും. ഓക്കെ, 8 ഉണ്ട്. ഇനി അടുത്ത നമ്പേഴ്സ് ഒന്നും ഇല്ല, 0 പ്ലസ് 0, പിന്നെ ഇവിടെ. ഓക്കെ, അതെന്താണ് വരുന്നത്, 2 raised to 0 1 വരും. ഓക്കെ, 8 9 11 11. ഓക്കെ, എത്ര കിട്ടും, 41 വരും. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 41. ഓക്കെ, 41 ആണ് വരുന്നത്. സോ 18 23 18 എത്രയാണ്, 23 18 8 9 10 11 4 41. ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ വെരിഫൈ ചെയ്യാം. ചില സമയങ്ങളിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. മുൻപ് ഒരിക്കൽ നമ്മൾ ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലെ എസ്റ്റിക്സിലാണ് അവർക്ക് ഈ ഒരു പേപ്പർ വരുന്നത്. അപ്പോൾ അതിൽ ഒരു തവണ 5 ക്വസ്റ്റ്യൻ തന്നതിന് ശേഷം 5 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, അത് 15 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ് ഒരിക്കൽ ചോദിച്ചത്. ഇതുപോലെ ഇങ്ങനെ ചോദിച്ചിരുന്നു, ഡെസിമലിലോട്ട് മാറ്റിയിട്ട് അതിനെ ആഡ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ അല്ലാതെ എന്ത് ചെയ്യണം, ബൈനറി അഡിഷൻ പെർഫോം ചെയ്ത് ആൻസറോട് കൺഫേം ചെയ്യാനായിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അത് പിന്നെ അവരങ്ങനെ 15 മാർക്ക് ചോദിക്കാൻ കാരണം അത്യാവശ്യം ടൈം എടുക്കും, കൺവേർട്ട് ചെയ്തൊക്കെ എടുക്കുന്ന സമയത്ത്, അതായത് ഇങ്ങനെ എഴുതി വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, അവിടെ ടൈം എടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അത്രയും ടാസ്ക് ആയിട്ട് ചോദിച്ചിരുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1 2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ഈ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് മുൻപും അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻസുകൾ. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, അവിടുത്തെ ഒരു അഡിഷൻ. ഇനി നമ്മളിതിപ്പോൾ ഒരു നോർമൽ അഡിഷൻ അല്ലേ. ഓക്കെ, ഇനി ഒരു ഡെസിമൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഫ്രാക്ഷൻ നമ്പേഴ്സ് അല്ലെങ്കിൽ പോയിന്റ് വാല്യൂഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കവിടെ എന്ത് സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് അവിടെ നിന്ന് നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതവിടെ സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് 1011.01 to the base 2 plus 110.1. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു പോയിന്റ് നമ്പർ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതേപോലെ എന്ത് ചെയ്യുക, അഡിഷൻ അവിടെ പെർഫോം ചെയ്യുക. ഡെസിമലിന്റെ നേരെ എന്ത് ചെയ്യുക, ഡെസിമൽ പോയിന്റ് നേരെ അവിടെ ഡെസിമൽ പോയിന്റ് തന്നെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 1 0 1 1 0.01. അപ്പോൾ അവിടെ ഇവിടെ ഒരു പോയിന്റ് വരും, ഈ 1 അതുപോലെ എഴുതുക, ബാക്കി 0 1 1. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യാമല്ലോ. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് അഡിഷൻ നോർമൽ അഡിഷൻ, ഇവിടെ ഒന്നും ഇല്ല, 0 എന്ന് കൺസിഡർ ചെയ്യാം. സോ അത് 1 അതുപോലെ വരും. ഇവിടെ ഈ 1 വീണ്ടും അതുപോലെ വരും. പിന്നെ പോയിന്റ്
1 1ഉം 1ഉം വരുന്ന സമയത്ത് എന്താ വരുന്നത്? 1 1 0. ഓക്കെ, 1 1 വന്നിട്ട് 0 വരുന്നുണ്ട്. ദാറ്റ് ഈസ് 0. ഒരു 1 വരുമല്ലോ, 1. ഓക്കെ, വീണ്ടും എന്ത് വരും? വീണ്ടും അതൊരു 1 ആയിട്ട് മാറും, 0 ആയിട്ട് മാറും. 0 വീണ്ടും ക്യാരി 1 വരുന്നുണ്ട്. സോ 0 1. ഓക്കെ, ഇതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? ഞാൻ നോർമലി എന്ത് ചെയ്താൽ മതി? അവിടെ കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബൈനറി അഡിഷൻ. അപ്പോൾ ഏത് നമ്പർ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ബൈനറി അഡിഷൻ നമുക്ക് അവിടെ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് അഡിഷൻ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബോറോ ചെയ്യുന്ന കാര്യം, ബോറോ അല്ല, ക്യാരി വരുന്ന കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്നവിടെ ഓർത്ത് വെച്ചാൽ മതി. പക്ഷേ ഇതിലൊരു വ്യത്യാസം വരുന്നത് നമ്മുടെ സബ്ട്രാക്ഷൻ മെത്തേഡിലാണ്. ഓക്കെ, സബ്ട്രാക്ഷൻ മെത്തേഡ്. അതായത് നമുക്കിപ്പോൾ നോർമലി ഇവിടെ സബ്ട്രാക്ട് ചെയ്യാം, ഓക്കെയാണ്. പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ ഇതൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാ? നമ്മുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് സർക്യൂട്ട്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമുക്ക് അവിടെ സബ്ട്രാക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. ഓക്കെ, എന്താണ് ടാസ്ക്? എന്തുകൊണ്ടാണ്? കാരണം ഈ സബ്ട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ നമ്പറിൽ ചെറിയ നമ്പർ കുറയ്ക്കേണ്ടി വന്ന്, ചെറിയ നമ്പറിൽ വലിയ നമ്പർ കുറയ്ക്കാൻ വരുന്ന സമയത്ത് അവിടെ നമ്മൾ അടുത്തുള്ളത് ബോറോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ടാസ്ക് ഉണ്ട്. ഓക്കെ, എന്താണ് സബ്ട്രാക്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സബ്ട്രാക്ഷൻ ചെയ്യുക എന്ന് പറയുന്നത്. സബ്ട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനറിയാവോ? നമുക്ക് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? സബ്ട്രാക്ഷൻ എന്നുള്ളതിനെ അഡിഷൻ ആക്കി മാറ്റും. ഓക്കെ, അതായത് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് a പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് a മൈനസ് ബി ചെയ്യണം. ഓക്കെ, a പ്ലസ് ബി ഉണ്ട്, a മൈനസ് ബി ചെയ്യണം. എയിൽ നിന്ന് എനിക്ക് ബിനെ കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഇത് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്? സബ്ട്രാക്ഷൻ എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ അതുപോലത്തെ ഒരു മെഷീൻ അവിടെ മേക്ക് ചെയ്യണം, അതായത് സബ്ട്രാക്ട് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് അവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന മെഷീൻ നിർമ്മിക്കുന്നത് വെച്ചാൽ കുറച്ച് ടാസ്ക് ആണ്. സോ അവിടെ ബോറോ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ പല ഫാക്ടേഴ്സ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ സബ്ട്രാക്ഷൻ എന്ന കൺസെപ്റ്റിലൂടെ മാറ്റും. നമ്മൾ ചെയ്യാൻ പോകുന്നത് a പ്ലസ് ഓഫ് മൈനസ് ബി, അതായത് ബി നമ്മളിവിടെ ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ബി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമ്മൾ അതിനെ 1 ആക്കി മാറ്റും. ഓക്കെ, അതായത് എന്ത് ചെയ്യുക? ഇൻവേർട്ട് ചെയ്യും. ഇപ്പോൾ -2 ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യും? +2 ആക്കുക. അല്ലെങ്കിൽ +2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? -2 ആക്കി മാറ്റും. അപ്പോൾ അതാണ് അവിടെ ഇൻവേർട്ട് ചെയ്യുക, നെഗറ്റീവ് എടുക്കുക എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ നെഗറ്റീവ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ബിനെ കുറയ്ക്കണമെങ്കിൽ, എയിൽ നിന്ന് ബിനെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബിയുടെ കോംപ്ലിമെന്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ആഡ് ചെയ്താൽ മതി. മനസ്സിലായോ? ബിയുടെ കോംപ്ലിമെന്റ് എടുത്ത് എന്ത് ചെയ്യുക? അവിടെ അഡിഷൻ പെർഫോം ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വേഷൻ വിൽ ചേഞ്ചസ് ടു എ, എന്തായിട്ട് മാറുന്നുണ്ട്? നെഗറ്റീവ് ഓഫ് ബി, അല്ലെങ്കിൽ ഇക്വേഷൻ അവിടെ ഇപ്പോൾ അഡിഷൻ ആയിട്ട് അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്കൊരു ആഡഡ് സർക്യൂട്ട്, നമ്മൾ അഡിഷൻ ഒക്കെ പെർഫോം ചെയ്യുന്ന സർക്യൂട്ടുകൾ പറയുന്ന പേരാണ് ആഡഡ് സർക്യൂട്ട്. ഇനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സിൽ പഠിക്കും സർക്യൂട്ട്സിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, അത് ആഡഡ് സർക്യൂട്ട് ആണ്. അപ്പോൾ ഒരു ആഡഡ് സർക്യൂട്ട് നിർമ്മിക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ ഒരു നമ്പറിനെ കോംപ്ലിമെന്റ് എടുക്കുക എന്നത് നമുക്ക് എന്താണ്? കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. അതായത് ചെയ്യുന്ന സബ്ട്രാക്ഷൻ തന്നെയാണ്, പക്ഷെ അഡിഷൻ പെർഫോം ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും? നമ്മളവിടെ സബ്ട്രാക്ഷൻ അവിടെ ചെയ്യും. ഓക്കെ, ഒരു ഹൈഡ് ആക്കി ചെയ്യുന്ന ആ ഒരു മെത്തേഡ് പോലെ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചെയ്യുന്നുണ്ട്. സോ നമുക്കിനി അതിന് മുൻപ് തന്നെ വേറൊരു 2 കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. എന്താണ് വൺസ് കോംപ്ലിമെന്റ്, അതുപോലെ തന്നെ എന്താണ് ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, എന്താണ് വൺസ് കോംപ്ലിമെന്റ് ആൻഡ് ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റും ടൂസ് കോംപ്ലിമെന്റും. അപ്പോൾ ഈ വൺസ് കോംപ്ലിമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ഒരു വൺസ് കോംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെ അറിയാമോ? വൺസ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പേഴ്സിലുള്ള എല്ലാ വണ്ണിനെയും സീറോസ് ആക്കി മാറ്റുക, സീറോസിനെല്ലാം എന്ത് ചെയ്യുക? 1 ആക്കി മാറ്റുക. അപ്പോൾ മനസ്സിലായോ എന്താണെന്ന്? ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ 1 0 1 1 0 1 എന്നൊരു നമ്പർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുവാണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് നമ്മൾ അവിടെ എടുക്കണം. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എടുക്കണം. അപ്പോൾ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൺസ് കോംപ്ലിമെന്റ് എടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് വി ഹാവ് ടു ചേഞ്ച് ഓൾ വൺസ് ടു 0. ഓക്കെ, ചേഞ്ച് all
1 to 0. 1 to 0 ആക്കി മാറ്റുക. അതുപോലെ തന്നെ എല്ലാ സീറോസിനെയും എന്താക്കി മാറ്റുക? 1 ആക്കി മാറ്റുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു നമ്പറാണ്. ഇതിൻ്റെ വൺസ് കോംപ്ലിമെൻറ്റ് ദാറ്റ് ഈസ് 1 0 1 1 0 1 നമ്പറിൻ്റെ വൺസ് കോംപ്ലിമെൻ്റ് ആണ് എന്ത് പറയുന്നത്? ദാറ്റ് 0. ഇത് ഫസ്റ്റിന് 0 വന്നു എന്ന് വെച്ചിട്ട് 0 എന്ന് എഴുതാതിരിക്കരുത്. ഓക്കെ, അതെല്ലാം അവിടെ എഴുതണം. നമുക്ക് അവിടെ അഡിഷൻ ഉള്ളത് ആവശ്യമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് അതുപോലെ അങ്ങ് എഴുതി വെക്കുക. സോ 0 വന്നു, അടുത്ത 0 അല്ലേ? അപ്പോൾ എന്തായിട്ട് മാറും? ആദ്യം ഇതിന് ഞാൻ അവിടെ 0 ആക്കി, അടുത്തതുണ്ട്. സോ അത് ഞാൻ എന്ത് ചെയ്തു? അവിടെ 1 ആക്കി മാറ്റി. അടുത്ത് 1 1 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? 0 0 എന്നാക്കി മാറ്റാം. അടുത്ത 0 ആണ്, അതെന്താക്കി മാറ്റും? 1 ആക്കി മാറ്റും. അടുത്ത് വീണ്ടും അവിടെ 0 ആണ്. ഓക്കെ, കണ്ടോ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് എന്നത് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, that is one's complement of a number. Binary number is obtained by subtracting each digit from 1. This operation changes 0 to 1 and 1 to 0. എല്ലാ വണ്ണുകളെയും സീറോസ് ആക്കിയും എല്ലാ സീറോസിനെയും 1 ആക്കിയും എന്ത് ചെയ്യും? അവിടെ മാറ്റുന്ന പ്രോസസ് ആണ് എന്ത് പറയുന്നത്? വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് കോംപ്ലിമെന്റ് പഠിച്ചു. ഓക്കെ, അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യണം. നമുക്ക് ഇനി ഒരു സ്റ്റെപ്പ് കൂടി പഠിക്കാനുണ്ട്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ്സ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് ദ ട്യൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് പഠിച്ചു കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്യൂസ് കോംപ്ലിമെന്റ് പഠിക്കാം. അപ്പോൾ ട്യൂസ് കോംപ്ലിമെന്റ് മീൻസ് എന്താണ്? ട്യൂസ് കോംപ്ലിമെന്റ് ഇപ്പൊ നമുക്കൊരു വൺസ് കോംപ്ലിമെന്റ് കിട്ടി. ഓക്കെ, ഈ വൺസ് കോംപ്ലിമെന്റിന്റെ കൂടെ ഒരു വൺ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1 എന്ത് കിട്ടും? പ്ലസ് 1 ചെയ്താൽ അവിടെ ട്യൂസ് കോംപ്ലിമെന്റ് നമുക്ക് കിട്ടും. ട്യൂസ് കോംപ്ലിമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? വൺസ് കോംപ്ലിമെന്റ് പ്ലസ് 1 എന്നൊക്കെ എന്ത് കിട്ടും? ട്യൂസ് കോംപ്ലിമെന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണ്, വാട്ട് ഈസ് ദ ട്യൂസ് കോംപ്ലിമെന്റ് ഓഫ് ഒരു നമ്പർ 1011. ഓക്കെ, 1011 എന്ന് പറയുന്ന നമ്പറിന്റെ ട്യൂസ് കോംപ്ലിമെന്റ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ താഴെ എടുത്തതിന് ശേഷം അവിടെ ആദ്യം എന്ത് ചെയ്യുക? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ വൺസ് കോംപ്ലിമെന്റ്. ഓക്കെ, അപ്പോൾ ആദ്യം വൺസ് കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 0 1 0 0. ഓക്കെ, 0 1 0 0 ഇതാണ് വൺസ് കോംപ്ലിമെന്റ്. ഇനി ഇതിനെ ട്യൂസ് കോംപ്ലിമെന്റ് ആക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ട്യൂസ് കോംപ്ലിമെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു 0 1 0 0 പ്ലസ് 1. ഓക്കെ, ഒന്ന് എന്ത് ചെയ്യുക? അവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഒന്ന് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തായിട്ട് മാറും? അതവിടെ ട്യൂസ് കോംപ്ലിമെന്റ് ആയിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഇസ് 1 0 1 0. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്? ട്യൂസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്യൂസ് കോംപ്ലിമെന്റ് ആക്കി കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറും അറിയാവോ? ഇതെന്ത് നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, എന്തായിട്ട് മാറുന്നുണ്ട്? അവിടെ നെഗറ്റീവ് ആയിട്ട് മാറുന്നുണ്ട്. ഷോസ് ദാറ്റ് സബ്ട്രാക്ഷൻ പ്രോസസ് ക്യാൻ ബി ഡൺ ബൈ ആഡിങ് വൺസ് കോംപ്ലിമെന്റ് ടു ദ എ. ഇറ്റ് ഈസ് എന്തുണ്ട്? ആ ഒരു അഡിഷൻ എന്ന രീതിയിൽ നമ്മളവിടെ സബ്ട്രാക്ഷൻ കണ്ടക്ട് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നവിടെ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സബ്ട്രാക്ഷൻ യൂസിങ് എ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് യൂസ് ചെയ്തെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഫൈൻഡ് 1100. ഓക്കെ, 1100 മൈനസ് 1011. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നു? ഈ രീതിയിൽ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മൈനസ് ചെയ്യേണ്ടത് ഏതിൽ നിന്നാണ്? ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് സബ്ട്രാക്ട് 1100 ഫ്രം 1011. ഓക്കെ, 1011 നമുക്ക് ഇവിടെ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതാണോ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഓക്കെ, ഏതിൽ നിന്നല്ല, ഏതിനാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെയാണ് വൺസ് കോംപ്ലിമെന്റ് എടുക്കേണ്ടത്. മറ്റേ എടുക്കില്ല, രണ്ടിനും എടുത്ത് കളയില്ലേ? രണ്ടും എടുത്താൽ അത് മിസ്റ്റേക്കാണ്. ഓക്കെ, രണ്ടും ഒരിക്കലും എടുക്കല്ല. ഏതാണോ എനിക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അതിൻ്റെ വൺസ് കോംപ്ലിമെന്റ് എന്ത് ചെയ്യുക? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ വൺസ് കോംപ്ലിമെന്റ് എടുക്കാൻ പോവാണ്.
ഇതാണ് എനിക്ക് അവിടെ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ അതെടുക്കുന്നു. that is 0 1 0 1 1. ഓക്കെ, 1 0 1 1. അപ്പോൾ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ആവുന്ന സമയത്ത് എന്തായിട്ട് മാറും? വൺസ് കോംപ്ലിമെന്റ് വൺസ് കോംപ്ലിമെന്റ് ആവുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ ഇതിൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഇതിലൊരു 0 കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കേട്ടോ. ഇതിലൊരു 0 കൊടുത്തേക്കാം, നമുക്ക് കണക്ക് തന്നെ ക്ലിയർ ആവത്തുള്ളൂ. ആ എണ്ണം അവിടെ കറക്റ്റ് ആക്കണം. ഇവിടെ ഇപ്പോൾ നമ്പർ ഉണ്ട് 1 2 3 4 5 1 2 3 4 5. ഓക്കെ, അപ്പോൾ എണ്ണം കറക്റ്റ് ആക്കിയാൽ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സീറോ ബാക്കിൽ ആഡ് ചെയ്യല്. ബാക്കിൽ ആഡ് ചെയ്താൽ അതവിടെ മീനിങ് ഫുൾ ആയി പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലാണ് എന്ത് ചെയ്യുക, സീറോസ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ സാധാരണ നമ്പേഴ്സിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 55 എന്ന് എഴുതുന്നതിൽ 58 എന്ന് എഴുതി, എനിക്കിവിടെ എണ്ണം കൂട്ടണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇപ്പുറത്തെ എഴുതിയാൽ എന്താവും 580 വരും. 058 നമ്മൾ എന്ത് മാത്രം കൂട്ടും? 58 കൂട്ടും. നമ്മൾ സാധാരണ എഴുതാറില്ല ഡെസിമലിൽ, പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടിലോട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ നമ്പർ കറക്റ്റ് ആക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഞാൻ 0 കൂടി അവിടെ ആഡ് ചെയ്തു. അപ്പോൾ ആ ഒരു 0 കൂടി ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിന്റെ കോംപ്ലിമെന്റ് അവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 0 1 0 1 1 എന്നാക്കി. അപ്പോൾ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 0 1 0 1 1 ആണ്. അപ്പോൾ 1 0 1 0 0 എന്നായിട്ട് മാറും. 1 0 1 0 0. ഓക്കെ, അപ്പോൾ അത് നമുക്ക് വൺസ് കോംപ്ലിമെന്റ് എന്ത് ചെയ്തു, അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് ഒരിക്കൽ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സബ്ട്രാക്ഷന്റെ സിമ്പിൾ കൊടുക്കല്, അഡിഷന്റെ സിമ്പിൾ മാത്രമേ കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഈ നമ്പറിനെ നേരെ താഴെ ഇറക്കി എഴുതുവാണ്. സോ അതവിടെ ഞാൻ എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് 1 1 0 0 0. ഓക്കെ, നമ്മൾ അവിടെ ആഡ് ചെയ്യാൻ പോവാം. ഓക്കെ, എന്ത് ചെയ്തു, അഡിഷൻ പെർഫോം ചെയ്തു. ഓക്കെ, അപ്പോൾ അഡിഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 1 0 1 0 0. ഓക്കെ, അഡിഷൻ പെർഫോം ചെയ്യാണ്. ദാറ്റ് ഈസ് 0 + 0 0 0 + 0 0 0 + 1 1 1 1 1 0 1. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഇപ്പൊ നമുക്കൊരു 1 വന്നു. ആ 1 നമ്മൾ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ഒരു 1 നമുക്കിവിടെ വന്നു. അപ്പോൾ ആ ഒരു 1 മാറ്റിയതിന് ശേഷം ഓക്കെ, ഇവിടെ ഓവർഫ്ലോ ആണ് 1 എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് മാറിയല്ലേ 1 വന്നത്. സോ അപ്പോൾ നമ്മൾ അതിന് എന്ത് പറയാറുണ്ട്, അതിന് പറയുന്നത് ഓവർഫ്ലോ എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് അവിടെ ആകെ 5 നമ്പേഴ്സേ ഉള്ളൂ. 5 നമ്പേഴ്സിന് പുറത്ത് ശരിക്കും അതവിടെ കാണിക്കുന്നത് സൈൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, സൈൻ ആണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനവിടെ നെഗ്ലക്ട് ചെയ്യും. നെഗ്ലക്ട് ചെയ്തിട്ട് ഈ കിട്ടിയ റിസൾട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 അവിടെ ആഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ അവിടെ ഓവർഫ്ലോ വരുന്നതാണ് ഈ 1 എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഓൾറെഡി 5 നമ്പേഴ്സ് അവിടെ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ. അതിന്റെ കൂടെ ഒരു അഡീഷണൽ 1 നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, ആ നമ്പർ നമ്മൾ അവിടെ നെഗ്ലക്ട് ചെയ്യും. നെഗ്ലക്ട് ചെയ്തിട്ട് ഈ കിട്ടിയ റിസൾട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 1 നമ്മൾ അവിടെ ആഡ് ചെയ്യും. കണ്ടോ? ദാറ്റ് ഈസ് ഇങ്ങനെ 1 0 1 1 0 എന്നായിട്ട് മാറി നമ്മുടെ റിസൾട്ട് 0 1 1 0 1. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അവിടുത്തെ ആൻസർ. അപ്പോൾ 0 നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. നെഗ്ലക്ട് ചെയ്തിട്ട് ഇതാണ് നമുക്ക് അവിടുത്തെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. മനസ്സിലായോ? ഈ മെത്തേഡ് ആണ് എല്ലാത്തിലും ഫോളോ ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടുന്ന ഈ ഒരു മെത്തേഡ് തന്നെയാണ് വൺസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ്റെ എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു വാല്യൂ നമുക്ക് ഡെസിമലോട്ട് മാറ്റി വേണമെങ്കിൽ കൺവേർഷൻ കറക്റ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് കിട്ടിയ റിസൾട്ട് ഇതാണ്. ഓക്കെ, റിസൾട്ട് നമ്മളവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഡെസിമൽ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ദാറ്റ് ഈസ് അവിടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 1 1 0 0 0. ഓക്കെ, 3 സീറോസ് മൈനസ് 1 0 1 1. ഓക്കെ, 1 0 1 1. അപ്പോൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണ്ട, നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് അതുപോലെ കൊടുത്താൽ മതി. 0 ഇത് ആഡ് ചെയ്യണ്ട. ഓക്കെ, നമുക്ക് അത് മറ്റൊരു ആ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, സീറോസ് ഒക്കെ ആഡ് ചെയ്ത് എടുത്തത്. ഇവിടെ എന്ത് ചെയ്യണ്ട, അഡിഷൻ ചെയ്യണ്ട. അപ്പോൾ നമുക്കിതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഇതിനൊന്ന് കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 1 1 0 0 0. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, 2 0 2 1 2 2 2 3 2 4. ഓക്കെ, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇവിടെ 16 പിന്നെ 8. ഓക്കെ, 16 8 24 വരും. ഓക്കെ, 24 ആണ് വരുന്നത്.
ഇനി അതേപോലെ തന്നെ അടുത്ത് 1011. ഓക്കെ, 1011 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1011 1011 that is 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. Okay, which is equal to 2 cube. Okay, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 13 വരും. ഓക്കെ, 13. ഇത് 16 ഇട്ടില്ല, 24 കേട്ടോ. 24 അല്ലേ? ഓക്കെ, 24. ഓക്കെ, 24ഉം 23ഉം. ഓക്കെ, ഇപ്പോൾ നമ്മൾ എടുത്ത നമ്പറിൽ ഇത് 11 വരത്തുള്ളൂ. കാരണം 2 ക്യൂബ് 8ഉം 2 raised to 2. ഓക്കെ, പിന്നെ ഒരു 1. ഓക്കെ, 10 11. ഓക്കെ, 13 അല്ല കേട്ടോ, 11 ആണ് ഇത്. 11. ഓക്കെ, 11. അപ്പോൾ 10 1011 എന്ന് പറയുന്നതാണ് 11. കാരണം 2 ക്യൂബിലുണ്ട്, 2 ക്യൂബ്. അപ്പോൾ ഒരു 8 വരും. ഓക്കെ, 2 ക്യൂബ് 8 വരും. പിന്നെ 2 സ്ക്വയറിലില്ല, അപ്പോൾ അത് 0 ആണ്. ഓക്കെ, ആ ടേം അവിടെ 0. 2 raised to 1ലുണ്ട്. ഓക്കെ, 2 raised to 1 വരും. അപ്പോൾ 2 raised to 1 നമുക്ക് അവിടെ 2 തന്നെ വരും. പിന്നെ 2 raised to 0 നമുക്ക് 1 വരും. അപ്പോൾ 8ഉം 2ഉം 10, 1 11. ഓക്കെ, 11. ഇത് കിട്ടിയ റിസൾട്ട് ഒന്ന് മാറ്റി എഴുതി നോക്കി. റിസൾട്ട് ഇവിടെ ഉണ്ട്. എത്രയാണ് കിട്ടുന്നത്? അതായത് നമുക്കിവിടെ 1 1 0 1. ഓക്കെ, 1 1 0 1. അപ്പോൾ 1 1 0 1 ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? അതായത് 2 ക്യൂബ് 2 raised to 2, 2 raised to 1, 2 raised to 0. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എത്ര കിട്ടും? 8 4 0 1. ഓക്കെ, അപ്പോൾ 30. ഓക്കെ, അതവിടെ 30 വരും. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് സബ്ട്രാക്ട് നോക്കിയാലോ. ദാറ്റ് ഈസ് 24 മൈനസ് 11. ഓക്കെ, 24 മൈനസ് 11 എത്രയാണ് വരുന്നത്? 24 മൈനസ് 11 വെച്ചാൽ നമുക്കിവിടെ 13 ആണ് വരുന്നത്. കണ്ടോ? നമുക്ക് എന്താണ് കിട്ടിയ റിസൾട്ട് അവിടെ കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം എടുത്തത് 24ഉം മൈനസ് 11ഉം ചെയ്തു. എത്ര കിട്ടി? 13 തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അവിടെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ സബ്ട്രാക്ഷൻ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് നമുക്ക് അവിടെ പറയാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ടൂസ് കോംപ്ലിമെന്റ് നെക്സ്റ്റ് ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്കിപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ നമ്മൾ വൺസ് കോംപ്ലിമെന്റ് നോക്കുന്നു. നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ആ ടൂസ് കോംപ്ലിമെന്റ് നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവാലുവേറ്റ് നിങ്ങൾ ഫൈൻഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് 1 1 0 0 0. ഓക്കെ, മൈനസ് 1 0 0 0 1 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്? ഇതിൽ നിന്നും ഇതിനെ കുറയ്ക്കണം. ഓക്കെ, അതാണ് നമുക്ക് ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമുക്കൊരു 0 കൂടി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓക്കെ, 0 അവിടെ ഫ്രണ്ടിലല്ല ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? 0 നമുക്ക് ഇവിടെ അഡീഷൻ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ വൺസ് കോംപ്ലിമെന്റ് എടുത്ത് നോക്കാം. ഓക്കെ, വൺസ് കോംപ്ലിമെന്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് 0 ആയിട്ട് പോകുന്നത് നമുക്ക് പിന്നെ അത് ആഡ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് അപ്പോൾ നമ്മൾ ഏതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കും? ഈ നമ്പറിന്റെ. ഓക്കെ, ഇതിന്റെയാണ് വൺസ് കോംപ്ലിമെന്റ് എടുക്കേണ്ടത്. ഏതാണോ സബ്ട്രാക്ട് ചെയ്യേണ്ടത്, സബ്ട്രാക്ടന്റ്, അതിന്റെയാണ് നമ്മൾ വൺസ് കോംപ്ലിമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് വൺസ് കോംപ്ലിമെന്റ് എത്ര കിട്ടും? 0 1 1 1 0 0. ഓക്കെ, 0 1 1 1 0 0 ഒബ്റ്റെയിൻ ചെയ്തു. നമുക്കിനി സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാം. ദാറ്റ് ഈസ് 1 1 0 0 0 പ്ലസ് 0 1 1 1 0 0.
ഇതില് ഇപ്പൊ നമ്മളിവിടെ വേറെ സീറോ കൊടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഇപ്പൊ സീറോ തന്നെ, അതുകൊണ്ട് വേറെ വേരിയേഷൻ ഒന്നും വരത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? അതുകൊണ്ട് നമുക്ക് സീറോ കൊടുക്കാതെ വെക്കാം. ഓക്കെ, നമ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സീറോസ് അവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? എല്ലാവരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 0 1. ഇത് വരുന്ന സമയത്ത് 0 ഇവിടെ 3 1 വരും. സോ 1 ഒരു 1 ഇവിടെ വരുന്നു 1. ഓക്കെ, നമുക്ക് എന്താ റിസൾട്ട് നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ആൻസർ എന്ത് ചെയ്തു? നമ്മളിവിടെ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 1 1 0 1 0 0. ഓക്കെ, അപ്പോൾ ഇതിനാണ് എന്ത് പറയുന്നത്? അവിടുത്തെ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഓവർഫ്ലോ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അതായത് അഡീഷണൽ ആയിട്ട് ഒരു നമ്പറും വന്നിട്ടില്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഉള്ള ആ ഒരു സീരീസിന് കൂടുതൽ നമ്പേഴ്സ് വന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഈ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? അവിടെ നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അവിടെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ നമുക്ക് ആൻസർ ആയിട്ട് അവിടെ ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ നമ്പർ ഏതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഹോംവർക്ക് പോലെ എന്ത് ചെയ്യുക? ഒന്ന് അവിടെ സ്വന്തമായിട്ട് ഒന്ന് അതിനെ ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഏത് നമ്പറാണ് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ഓക്കെ, അവിടെ നമ്മൾ ഏത് നമ്പറാണ് എന്ത് ചെയ്ത് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ടൂസ് കോംപ്ലിമെന്റ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ടൂസ് കോംപ്ലിമെന്റ് ഡിസ്കസ് ചെയ്ത് പിന്നെ ബൈനറി കോഡ് ഡെസിമൽ, ഓക്കെ, BCD കോഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താവും? ഈ ചാപ്റ്ററും കൂടെ കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ട്രാൻസ്ഫറിൽ കുറച്ച് ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ കുറച്ച് പ്രോബ്ലം സെക്ഷൻസ് നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രോബ്ലം സെക്ഷൻ ഒക്കെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിൾ ചെയ്താൽ ഞാൻ ഒരുപാട് പ്രോബ്ലംസ് കിട്ടും. നിങ്ങൾ എന്ത് എടുത്ത് സോൾവ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? വെറുതെ 2 1 0 ഒക്കെ ഇട്ടിട്ട് വൺസ് കോംപ്ലിമെന്റ് ആക്കി ചെയ്ത് നോക്കുക. പിന്നെ ആൻസർ നമുക്ക് അല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഞാൻ ഇപ്പോൾ എഴുതി കാണിച്ച പോലെ ആൻസർ ചെയ്തെടുക്കാൻ പറ്റും. സോ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ അത് പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുക? നമ്മുടെ ഒരു ബൈനറി അരിത്തമെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് പഠിച്ചു? വൺസ് കോംപ്ലിമെന്റ് മെത്തേഡ് പഠിച്ചു. അപ്പോൾ വൺസ് കോംപ്ലിമെന്റ് മെത്തേഡിൽ ഹൈലൈറ്റ് പോയിന്റ് എന്താണ്? എല്ലാ സീറോസിനെയും 1 ആക്കി മാറ്റണം. എല്ലാ 1നെയും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 0 ആക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് നോർമലി അവിടെ ആഡ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും? സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് അവിടെ നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അവിടെ നമ്മുടെ കണ്ടിന്യൂവേഷൻ നമുക്ക് അവിടെ ചെയ്യാം. ബൈനറി കോഡ് ഡെസിമലും അതുപോലെ തന്നെ ആ ഒരു ടൂസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ ചെയ്യാം. അടുത്ത ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.